ഡിസംബർ 15 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ദി റോസ, വിശുദ്ധ മെസ്മിൻ, വിശുദ്ധ ഫൗസ്തീനൂസ്, വിശുദ്ധ ലൂസിയൂസ്, വിശുദ്ധ കാൻഡിഡൂസ്, വിശുദ്ധ ചേലിയൻ, വിശുദ്ധ മാർക്ക്, വിശുദ്ധ ജാനുവാരിയൂസ്, വിശുദ്ധ ഫോർത്തുനാത്തൂസ്, വിശുദ്ധ ഫ്ലോറൻസിയൂസ്, വിശുദ്ധ ബാങ്കോർ ആബട്ട്, വിശുദ്ധ ഇറേനെയൂസ്, വിശുദ്ധ ആന്റണി, വിശുദ്ധ തെയോഡോർ, വിശുദ്ധ സത്തുർണിനൂസ്, വിശുദ്ധ വിക്ടർ, വിശുദ്ധ നീനോ, വിശുദ്ധ പോൾ. വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ദി റോസ 1813 1885 കാലഘട്ടത്തിലാണ് വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ദി റോസ ജീവിച്ചിരുന്നത്. മേരി ക്രൂസിഫിക്സ ഇറ്റലിയിലെ ബ്രേഷ്യയിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. ബാല്യം മുതൽക്ക് തന്നെ അവൾക്ക് ദരിദ്രരോട് അതീവ അനുകമ്പ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. വിസിറ്റേഷൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെന്റിലാണ് മരിയ ആദ്യം പഠിച്ചത്. 17-ാം വയസ്സിൽ അമ്മയുടെ മരണശേഷം പിതാവിനെ പരിപാലിക്കുന്നതിനായി മരിയ ആ സ്കൂൾ വിട്ടു. നിരവധി ജീവനക്കാരുമായി ഒരു തടിമില്ല് നടത്തിയിരുന്ന പിതാവിന് സഹായം ആവശ്യമായിരുന്നു. തടിമില്ലിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും സഹായിക്കുന്നതിൽ മരിയ ശ്രദ്ധിക്കപ്പെട്ടു. 1836 ഒരു കോളറ പകർച്ചവ്യാധി ഉണ്ടായി. കോളറ ബാധിച്ചവരെ സഹായിക്കാൻ ബ്രസീലിയയിലെ ആശുപത്രിയിലും അവൾ ജോലി ചെയ്തു. അവർ ശ്രവണ വൈകല്യമുള്ളവർക്കായി ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ദാരിദ്ര്യമുള്ള സ്ത്രീകളെ സഹായിക്കുവാൻ പല പരിപാടികളും ആവിഷ്കരിക്കുകയും ചെയ്തു. അവളുടെ അർപ്പണബോധമാണ് അവളെ മദർ സുപ്പീരിയറായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിലേക്ക് നയിച്ചത്. മരിയയുടെ ശക്തമായ ആത്മീയത ക്രിസ്തുവിൻ്റെ കുരിശിലെ കഷ്ടതയുടെ അനുകരണത്തിൽ അധിഷ്ഠിതമായിരുന്നു. മരിയയുടെ അധ്യാപനത്തിൻ്റെയും ചിന്തയുടെയും അടിസ്ഥാനം അതുതന്നെയായിരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടുള്ള മരിയയുടെ സ്നേഹത്തിൽ അവൻ്റെ നിഗൂഢ ശരീരത്തിലെ കഷ്ടത അനുഭവിക്കുന്ന അംഗങ്ങൾക്കുള്ള തൻ്റെ സമർപ്പണം അവൾ പരിഭാഷപ്പെടുത്തി. 1840 30-ാമത്തെ വയസ്സിൽ വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ദി റോസ എന്ന പേര് സ്വീകരിച്ചു. വിശുദ്ധ മരിയ ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ചാരിറ്റി എന്ന പുതിയ മതസഭ സ്ഥാപിച്ചു. അവരുടെ പ്രധാന അപ്പസ്തോലറ്റ് ദരിദ്രരുടെയും രോഗികളുടെയും കഷ്ടപ്പെടുന്നവരുടെയും പരിചരണമായിരുന്നു. മരിയയുടെ പുതിയ ഉത്തരവിന് 1850 മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു. സെയിന്റ് മരിയ ക്രൂസിഫിക്സ ദി റോസ 1855 തൻ്റെ 72-ാമത്തെ വയസ്സിൽ ബ്രസീലിൽ വെച്ച് അന്തരിച്ചു. 1954 പയസ് 12-ാമൻ മാർപ്പാപ്പ മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. പിന്നീട് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. രക്തം ചിന്തിയുള്ള മരണം മാത്രമല്ല രക്തസാക്ഷിത്വം. കർത്താവിന് പ്രതിഷ്ഠിതമായ ആത്മാവിൻ്റെ ശരിയായ സേവനം അനുദിന രക്തസാക്ഷിത്വമാണ് എന്ന് വിശുദ്ധ ജെറോം നമ്മളോട് പറയുന്നു. വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ദി റോസായെ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന ഡിപ്രഷൻ രോഗികൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.